നമ്മുടെ ഡാഗിനി അമ്മൂമ്മ ഇവിടെ നിപ്പുണ്ട്. ഇത് നമ്മുടെ അല്ലേ, നമ്മൾ പണ്ട് വായിച്ച മായാവിയൊക്കെ ഓർമ്മ വരുന്നു. മായാവിയുടെ കഥകളൊക്കെ ഡാഗിനി അമ്മൂമ്മ അപ്പൂപ്പനും ഒക്കെ ഉണ്ട്. മാത്രമല്ല ഇതേ കുട്ടിച്ചാത്തനും മായാവി ഉണ്ട്. നമുക്ക് അവരോടും ചോദിക്കാം. കുട്ടിച്ചാത്തനും മായാവിയൊക്കെ കണ്ട എന്താ രസമല്ല ഇതൊക്കെ കാണാം. ഇത് തന്നെയാണ് ആര്യ ഈ അത്തച്ചമയത്തിൻ്റെ പ്രത്യേകത. നമ്മൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ അയ്യോ കുത്തല്ലേ എന്താ പേര്? പ്രസവ്. ആ ഇത് കൊള്ളാലോ. ഇത് ആദ്യമായിട്ടാണോ ഇങ്ങനെ വേഷത്തില്? ഇല്ല, ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഉണ്ട്. മുഖം കാണിക്കാൻ പറ്റുമോ? നമ്മുടെ ലുട്ടാപ്പിയുടെ മുഖം. ഇതാണ് ലുട്ടാപ്പി. എവിടെ മുമ്പ് എവിടെ ചെയ്തിട്ടുണ്ട് ഇത്? തമിഴ്നാട്ടിലായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നാണ്? തമിഴ്നാട്ടിൽ നിന്നാണോ വരുന്നത്? അല്ല, എവിടെ വീട് എവിടെയാ? വെള്ളറട. ഓ, തമിഴ്നാട്ടിലും ഇത് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ടാണ് അത്തച്ചമയത്തിൽ വരുന്നത്. എങ്ങനെയുണ്ട് ഇവിടെ കണ്ടിട്ട്? വൈബൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഹായ് മായാവി. എന്താ മായാവിയുടെ പേര്? വിജിത്ത്. ഇത് എത്രാമത്തെ പ്രാവശ്യം ഇങ്ങനെ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്? പ്രോഗ്രാംസ് ചെയ്യുന്നു. ഉത്സവങ്ങളിലൊക്കെ ഉണ്ടാവും അല്ലേ? എങ്ങനെയുണ്ട് ഇവിടത്തെ വന്നിട്ട് അത്തച്ചമയം? വൈബായി വരുന്നതേ ഉള്ളൂ അല്ലേ? വെയിറ്റ് ഇല്ലേ ഇതിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്? വലിയ വെയിറ്റ് വരത്തില്ല, ചെറിയൊരു ഹീറ്റ് ആവുന്നു. ഹീറ്റ് ഉണ്ട് അല്ലേ? പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ബാക്കിയുള്ളവര് ആൾക്കാർ കയറും? ആൾക്കാർ കയറും, ജസ്റ്റ് കളിക്കുകയൊക്കെ ചെയ്യാം. രാജു രാധയും ഇല്ല. ഏതായാലും ലുട്ടാപ്പി, മായാവി, ഡാഗിനി അമ്മൂമ്മ അപ്പൂപ്പനും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി. മണിക്കൂറൊന്നും പറയാനുമില്ല, അത്ര വളരെ ചുരുങ്ങിയ സമയം മതി. നമുക്ക് ഇതെല്ലാം നിരനിരയായി നമ്മുടെ തൃപ്പൂണിത്തറയുടെ നഗരിയിലേക്ക്, രാജനഗരിയിലേക്ക് ഇങ്ങനെ പോകുന്ന ചെണ്ടമേളങ്ങളും വാദ്യ ആഘോഷങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് വലിയൊരു ഘോഷയാത്രയായിട്ട് തന്നെ പോകും. 9 മണിക്കായിരിക്കും ഇതെല്ലാം ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഈ തൃപ്പൂണിത്തറയുടെ ഒരു റൗണ്ട് ചുറ്റി തിരിച്ചിവിടെ കയറുമ്പോൾ ഏകദേശം 9 വൈകുന്നേരം ഒരു 4-5 മണിയെങ്കിലും. പക്ഷേ അത്രയും ആളുകൾ, ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തി ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഈ തെയ്യത്തിനുള്ള ഒരുക്കങ്ങളും ഒക്കെ ഇവിടെ ആയിട്ടുണ്ട്. നമ്മൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാവടിയുടെ ആളുകളും ഒക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 9 മണിയോടുകൂടി തുടങ്ങുന്നത് കൊണ്ട് തന്നെ അവർ കുറച്ച് വൈകുന്നേരം വരെ നിൽക്കാനുള്ളത് കൊണ്ട് അവർ പതിയെ ആയിരിക്കും ബാക്കി ഒരുക്കങ്ങളൊക്കെ നടത്തുന്നതും. ഇതിൽ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ അത്തച്ചമയ ഘോഷയാത്ര നമ്മുടെ നഗരവീതിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ വലിയ പോലീസിൻ്റെ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു വലിയ തിരക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, കുട്ടികളും വൃദ്ധരും ഒക്കെ നിരവധി പേരെത്തുന്നത് കൊണ്ട് വലിയ പോലീസിൻ്റെ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ബാരിക്കേഡുകളുണ്ട് 2 വശവും. ഇത് കടന്നു പോകുന്ന വഴിയുടെ 2 വശവും ബാരിക്കേഡുണ്ട്. ബാരിക്കേഡ് മറികടന്ന് വരാതിരിക്കാൻ വേണ്ടി പോലീസിൻ്റെതായിട്ടുള്ള ഒരു സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ രാവിലെ മുതൽ തന്നെ ഇവിടെ സജ്ജമായിട്ടുണ്ട്. കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ ഈ അത്തം നഗർ അത് ആളുകളെ കൊണ്ട് നിറയും. വലിയ ആഘോഷങ്ങളാണ്, സന്തോഷങ്ങളാണ്, പാട്ടും മേളവുമായിട്ടുള്ള ഒരു ഈ ഓണം മൂഡ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് അങ്ങ് അത്തച്ചമയം അങ്ങ് കടക്കും. അങ്ങനെ വലിയൊരു ആഘോഷത്തിൻ്റെ നമ്മുടെ വലിയ ഒരു ഓണ ആഘോഷത്തിൻ്റെ സന്തോഷത്തിൻ്റെയുള്ള ദിവസങ്ങളുടെ ഒരു തുടക്കമായി തന്നെ നമുക്ക് ഈ ഒരു ദിവസത്തെ, ഈ ഒരു നിമിഷത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പൂർണ്ണമായും ഓണം വൈബിലേക്ക് ഇങ്ങനെ കടക്കുന്നത് അത്തച്ചമയം കണ്ടുകൊണ്ടാണ്. തൃപ്പൂണിത്തുറയിലെ വർണ്ണശബളമായ ഘോഷയാത്രയും ആഘോഷങ്ങളും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എത്ര തവണ കണ്ടാലും നമുക്ക് മനം മടുക്കില്ല എന്നുള്ളതാണ്. നോക്കൂ, എത്രത്തോളം വർണ്ണാഭമായ ആഘോഷമാണ് തൃപ്പൂണിത്തുറയിൽ നടക്കുന്നത് എന്നുള്ളത്. നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇത് കാണാൻ വേണ്ടി അവിടേക്ക് ഇന്നത്തെ ദിവസം ഒഴുകിയെത്തും. അവിടേക്ക് നേരിട്ടെത്താൻ കഴിയാത്ത ആളുകളെല്ലാം നമ്മുടെ TV സ്ക്രീനുകളിലൂടെയാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്നത്. ഇപ്പോൾ നവമി നമുക്ക് കാണിച്ചു തന്നതുപോലെ തന്നെ തെയ്യവും തിറയും ഒക്കെ തുടങ്ങി കേരളത്തിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന കലാരൂപങ്ങൾ തുടങ്ങി കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡാഗിനി അമ്മൂമ്മയും കുട്ടൂസനും മായാവിയും ഒക്കെ ലുട്ടാപ്പിയും ഒക്കെ ഉണ്ട്. ക്രോക്സ് ഇട്ട ന്യൂജൻ പുലികളുണ്ട്. അങ്ങനെ ഓരോ തവണയും എത്രത്തോളം വ്യത്യസ്തമാക്കാൻ കഴിയുമോ അത്രത്തോളം വ്യത്യസ്തമാക്കും അവിടുത്തെ കലാകാരന്മാരും ഈ പരിപാടികളുടെ സംഘാടകരും എല്ലാം. അവിടുത്തെ ആഘോഷം, ആ ഘോഷയാത്ര തുടങ്ങാനുള്ള കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. എന്തായാലും ഒരു 10 മണിയാകുമ്പോഴേക്കും ഈ ഘോഷയാത്ര ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആജ്ഞ കൂടിയുണ്ട് നമുക്കൊപ്പം അവിടെ നിന്ന്. നമുക്ക് ആജ്ഞയിലേക്കൊന്ന് പോകാം. ആജ്ഞ, 9 മണിക്കാണ്
ഈ ഉദ്ഘാടനം നടക്കുന്നത്. മന്ത്രി MB രാജേഷാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. നടൻ ജയറാമാണ് ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നത്. നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇന്നത്തെ ദിവസം അവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഈ സാധാരണ ഈ തിരുവോണം നാൾ നമ്മൾ എങ്ങനെയാണോ ആഘോഷിക്കുന്നത്, തൃപ്പൂണിത്തുറക്കാരെ സംബന്ധിച്ച് ഈ അത്തം ദിനം അത്രത്തോളം പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. അപ്പോൾ ഈ തൃപ്പൂണിത്തുറ വിട്ട് അല്ലെങ്കിൽ ജില്ല വിട്ടൊക്കെ പുറത്തുപോയി നിൽക്കുന്ന ആളുകൾ, താമസിക്കുകയും പഠിക്കുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഇന്നത്തെ ദിവസം അവിടേക്ക് എത്തും. അപ്പോൾ ഭയങ്കര തിരക്കുള്ളൊരു ദിവസം കൂടിയായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഗതാഗത നിയന്ത്രണം നഗരത്തിലുണ്ട്. മറ്റ് പോലീസ് സന്നാഹങ്ങളുടെയൊക്കെ വലിയ നിയന്ത്രണങ്ങളും എല്ലാവർക്കും ഈ ആഘോഷങ്ങളുടെ ഭാഗമാകാനും കാണുവാനും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വിശദാംശങ്ങൾ എങ്ങനെയാണ് അജ്ഞ? ആര്യ, മലയാളിക്ക് ആകെ ഓണം ഇന്ന് തുടങ്ങുകയാണ്. തൃപ്പൂണിത്തുറ അത്തച്ചമയത്തോടു കൂടിയാണ് ഓണം ഔദ്യോഗികമായി തുടങ്ങുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഇപ്പോൾ 1 കളം 2 കളം എന്നൊക്കെ, ഒരു അത്തത്തിന്റെ അന്ന് 1 കളം 2 റൗണ്ട് അങ്ങനെ പൂക്കളം ഇട്ട് തുടങ്ങിയിട്ടുണ്ടാവും. ഓരോ നാട്ടിലും എന്തായാലും വ്യത്യസ്ത രീതികളിലാണെങ്കിൽ പോലും ഓരോ നാട്ടിലും അത്തം പ്രധാനമാണ്. ഓണം തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഓണത്തിന് ഇന്ന് മുതൽ കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ്. അപ്പോ അങ്ങനെ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ എന്തായാലും അത്തച്ചമയത്തിന്റെ ഇനാഗുറേഷൻ 9 മണിക്കാണ്. മന്ത്രി MB രാജേഷാണ് ഉദ്ഘാടനം നിർവഹിക്കുക. അതുപോലെ അത്തപതാക ഉയർത്തുന്നത് മന്ത്രി P രാജീവുമാണ്. ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് നടൻ ജയറാമുമാണ്. മറ്റ് പ്രമുഖരൊക്കെ വേദിയിലുണ്ടാകും. ഇവിടെ ആര്യ സൂചിപ്പിച്ചതുപോലെ വലിയ ഗതാഗത നിയന്ത്രണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. അതുപോലെ 450ഓളം പോലീസുകാരാണ് ഇതിനായി സുരക്ഷാ ചുമതലയിലുള്ളത്. ഈ വേദി നമുക്ക് ഇപ്പോൾ കാണാം. ഈ വേദിയിലെ ഒരുക്കങ്ങളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. 9 മണിയോട് കൂടിയാണ് ഇനാഗുറേഷൻ നടക്കുന്നത്. എന്തായാലും ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ ഓണം തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഒരു വൈബാണ് നമുക്കിപ്പോൾ ഇവിടെ കാണുന്നത്. നാം ഇപ്പോൾ പുലിക്കളിയുടെയും അല്ലെങ്കിൽ മറ്റ് ഫ്ലോട്ടുകളൊക്കെ തയ്യാറാകുന്നിടത്തുനിന്നും നവമി ഇപ്പോൾ വളരെ കളർഫുള്ളായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ ലൈവ് കണ്ടതാണ്. അതൊക്കെ ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങുകയാണ്. അതായത് ആൾക്കാരുടെയൊക്കെ കണ്ണിൽ കുളിർമയേക്കുന്ന തരത്തിലുള്ള നിരവധി കേരളത്തിന്റെ സാംസ്കാരിക തനിമയൊക്കെ വിളിച്ചോതുന്ന തരത്തിലുള്ള വിവിധ പ്ലോട്ടുകളാണ് നിരത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. അവരൊക്കെ ഇങ്ങനെ സഹൂതം ആളുകൾ കാത്തിരിക്കുകയാണ്. നമ്മളൊക്കെ തന്നെ എനിക്ക് പിന്നിലടുത്ത് ഇവിടെ അമ്യൂസ്മെന്റ് പാർക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി 10 ദിവസവും ഇവിടെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇവിടെ 10 ദിവസവും ഇനി ഈ ആഘോഷത്തിന്റെ ദിവസങ്ങളാണ്. അത് തുടങ്ങിക്കഴിഞ്ഞു. അതിന് ഉള്ള ഔദ്യോഗികമായ ഒരു തുടക്കം എന്ന് വേണം ഈ ദിവസവുമായി ബന്ധപ്പെട്ട് പറയാൻ. ഇന്നലെ വൈകുന്നേരം രാജകുടുംബത്തിന്റെ പ്രതിനിധിയിൽ നിന്നും അത്തപതാക ഏറ്റുവാങ്ങിയിരുന്നു. അതായത് നഗരസഭാധ്യക്ഷ ഏറ്റുവാങ്ങിയ ശേഷം അതൊരു ഔദ്യോഗികമായ ചടങ്ങാണ്. 7ാം നൂറ്റാണ്ടിലാണ് ഇങ്ങനെ അത്തച്ചമയം ഒരു ഔദ്യോഗിക ആഘോഷമായി തന്നെ, ഇത് പ്രത്യേകിച്ചും രാജകുടുംബത്തിന്റെ ഒരു ഔദ്യോഗിക ഉത്തരവാദിത്തമായി മാറിയതും അത് സംസ്ഥാനം ഏറ്റുവാങ്ങുന്നതും അങ്ങനെയാണ്. ആ ഒരു കാലഘട്ടം മുതൽ തന്നെ ഇവിടെ അത്തച്ചമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. തൃക്കാക്കര അപ്പൻ എന്നാണ് നമ്മൾ ഇവിടെ ഓണത്തിനെ, അതായത് മാവേലിയെ പറയുന്നത് പോലും അങ്ങനെയാണ്. അതായത് ഓണം ഇവിടുന്ന് തുടങ്ങുന്നു എന്നാണോ, തൃപ്പൂണിത്തുറയിൽ നിന്നും ഓണം തുടങ്ങുന്നു അല്ലെങ്കിൽ എറണാകുളത്ത് നിന്നും ഓണം തുടങ്ങുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ശരിക്കും മധ്യ കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തക്കളത്തിലൊക്കെ തൃക്കാക്കരയപ്പന്റെ ചെറിയ പ്രതിമകളൊക്കെ വെക്കാറുണ്ട്, പ്രതീകങ്ങളൊക്കെ വെക്കാറുണ്ട്. അങ്ങനെ എന്തായാലും ഇവിടെ കൊച്ചിയിൽ നിന്നുമാണ് ഓണം തുടങ്ങുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നിലനിന്ന് വരുന്നത്. എന്നിരുന്നാൽ പോലും അല്പസമയത്തിനുള്ള, അതായത് ഇനി അധികം സമയമില്ല. ഇപ്പൊ തന്നെ 7:21 ഇനിയിപ്പം ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഈ വേദി മുഴുവൻ കളർഫുൾ ആകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വേദിയിലേക്കൊക്കെ നമുക്ക് എന്തൊരു ആവേശത്തോട് കൂടിയിട്ടാണ് ആളുകൾ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വയ്യാത്ത ആളുകളാണ്, പക്ഷെ ഇതൊരു ആഘോഷമാണ്. അവർക്ക് സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. അത്തച്ചമയത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സാർ, അത്തച്ചമയത്തിന് കൂടാൻ വന്നതാണോ? അല്ല, കുടിക്കാൻ വന്നതാ. ഞാൻ തൃപ്പൂണിത്തുറ രാജകുടുംബത്തിൽ അംഗമാണ്. ഒരു ചാനലിൽ കവർ ചെയ്യണ്ടെന്ന് പറഞ്ഞു, അതിനുവേണ്ടി വന്നു. ഇന്നലെ ആഘോഷമൊക്കെ കഴിഞ്ഞിരുന്നല്ലോ. ഓക്കെ, ഇന്നലെ കൂടി മുനിസിപ്പൽ അധികാരിമാർക്ക് കൈമാറി രാജകുടുംബത്തിന്റെ പ്രതിനിധി. അദ്ദേഹം മറ്റൊരു ചാനലിന്റെ ഗസ്റ്റായിട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അധിക സമയം അദ്ദേഹം സ്പെൻഡ് ചെയ്യാനില്ല. എന്നിരുന്നാൽ പോലും അദ്ദേഹം രാജകുടുംബാംഗമാണ്. ഈ ഒരു ഏജിലും അദ്ദേഹം അതിന്റെ ഒരു ആവേശത്തോടു കൂടി വേദിയിലേക്ക് എത്തുന്നു എന്നുള്ളത് വളരെയധികം പ്രാധാന്യത്തോടെ വേണം കാണാൻ. എന്നിരുന്നാൽ പോലും
ഇപ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. വളരെ കളർഫുൾ ആയിട്ട് ഓണം വൈബ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ കുറേ ദിവസമായി ഈ വൈബുകളുടെ വിവിധ വിഷ്വൽസ് ഒക്കെ കാണുന്നുണ്ട്, വിവിധ തരത്തിലുള്ള കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് ഒക്കെ കാണുന്നുണ്ട്. എന്നാൽ പോലും ഇനി അങ്ങോട്ട് ഇന്ന് മുഴുവൻ അതിപ്പോ സോഷ്യൽ മീഡിയയിലായാലും അല്ലാതെ ആയാലും വിഷ്വലി മുഴുവൻ റിച്ച് ആക്കുന്നത് ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ വിവിധ ദൃശ്യങ്ങളായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നേരത്തെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ വിവിധ തരത്തിലുള്ള കലാരൂപങ്ങൾ അവിടെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ നിരത്തിലേക്ക് ഇറങ്ങുകയാണ്. ആളുകളൊക്കെ ആഹ്ലാദത്തോടുകൂടി നിരത്തിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ അല്പസമയത്തിനുള്ളിൽ കാണും. ഘോഷയാത്ര നടൻ ജയറാം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടുകൂടി അതിനും തുടക്കമാകും. എന്തായാലും അല്പസമയത്തിനുള്ളിൽ, അതായത് 9 മണിയോടുകൂടി ഉദ്ഘാടന ചടങ്ങുകൾ നിർവഹിക്കപ്പെടുകയാണ്. അതിനുശേഷം അത്തച്ചമയം ഉദ്ഘാടനം ചെയ്യുകയാണ്. അത്തം ഘോഷയാത്ര തുടങ്ങുകയാണ്. ഇന്നു മുതൽ അങ്ങോട്ട് മലയാളിക്ക് ഓണദിനങ്ങൾ തുടങ്ങുകയാണ്, ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. 10 ദിവസം കഴിഞ്ഞുള്ള തിരുവോണത്തെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടായിരിക്കുന്ന അങ്ങേയറ്റം സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ അങ്ങേയറ്റം ആഹ്ലാദം നൽകുന്ന ഒരു മൊമെന്റിലേക്കുള്ള ആദ്യ ദിവസമാണ്, ആദ്യ ചുവടുവെപ്പാണ് ഇന്ന്. ആര്യ, തീർച്ചയായും ആജ്ഞയാണ്. നമ്മുടെ ഔദ്യോഗിക പരിപാടികൾ എങ്ങനെയൊക്കെയാണ്, അതിന്റെ ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായ ഒരു ചിത്രം നമുക്ക് നൽകിയത്. ആജ്ഞയിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ ആജ്ഞ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ചരിത്രം പേറുന്ന ഐതിഹ്യം പറയാനുള്ള ഒരു ആഘോഷമാണ് നമ്മുടെ ഈ അത്തച്ചമയം എന്നുള്ളത്. ഈ അത്തച്ചമയ ഘോഷയാത്ര എങ്ങനെ വന്നു നമ്മുടെ സംസ്ഥാനത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചരിത്രം എന്താണെന്ന് പരിശോധിച്ചാൽ, പണ്ട് രാജവാഴ്ചക്കാലത്ത് ഈ കൊച്ചി രാജാവ് സർവാഭരണ വിഭൂഷിതനായി സർവ്വസൈന്യത്തോടുകൂടി ഇത്തരത്തിൽ പ്രജകളെ അത്തം നാളിൽ കാണുവാൻ വേണ്ടി ഒരു ഘോഷയാത്രയായി കലാകാരന്മാരെയൊക്കെ കൂട്ടി കലാപ്രകടനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നഗരം ചുറ്റുന്ന ഈ തങ്ങളുടെ പ്രജകളെ കാണാൻ വേണ്ടി രാജാവ് ഇങ്ങനെ ഘോഷയാത്രയായി പോകുന്നൊരു ചടങ്ങുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് നമ്മുടെ ജനാധിപത്യമൊക്കെ വന്നതിന് ശേഷം അത് നിർത്തലാക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം പിന്നീട് ഈ ഓണാഘോഷം സംസ്ഥാന സർക്കാർ, നമ്മുടെ കേരള ഗവൺമെൻറ് ഔദ്യോഗിക ഉത്സവമാക്കി, സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഉത്സവമാക്കി മാറ്റിയതിന് ശേഷം ഈ അത്തം ഘോഷയാത്രയും ആ ഉത്സവത്തിൻ്റെ ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമായി മാറുകയായിരുന്നു 1961 മുതൽ. അപ്പോൾ അന്ന് തൊട്ട് നമ്മൾ തൃപ്പൂണിത്തുറ അത്തച്ചമയം ഘോഷയാത്ര എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഓണാഘോഷങ്ങളുടെ ഔദ്യോഗിക തുടക്കമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ അത്തരത്തിൽ തന്നെ ആഘോഷിച്ചു പോരുകയാണ്. മന്ത്രി MP രാജേഷാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. അത്തപതാക ഉയർത്തുന്നത് മന്ത്രി P രാജീവാണ്. നടൻ ജയറാമാണ് നമ്മുടെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നത്.